ഇന്ന് നമുക്ക് നമ്മുടെ ഡെസ്കിൽ ഒരു പൂന്തോട്ടം പണിതെടുത്താലോ? അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള പോട്ടഡ് പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അതും കുറഞ്ഞ പൈപ്പ് ക്ലീനേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ബ്രൗൺ കളർ പൈപ്പ് ക്ലീനർ കംപ്ലീറ്റ്ലി എന്ന് നമ്മൾ ചുറ്റി കൊടുക്കുക. അപ്പോൾ 2 പൈപ്പ് ക്ലീനർ മാത്രം മതിയാവും നമുക്ക് ഇതിൻ്റെ പോട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അതിനത് കംപ്ലീറ്റ്ലി ചുറ്റി എടുക്കുമ്പോൾ നിങ്ങൾ ഗമ്മി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നും കൂടെ നല്ല ടൈറ്റ് ആയിട്ട് അത് വൃത്തിയിലട നിൽക്കും കേട്ടോ, അഴിഞ്ഞൊന്നും പോവില്ല. അങ്ങനെ നമ്മുടെ പോട്ട് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള ഫ്ലവർ സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പെൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പൈപ്പ് ക്ലീനർ ഒരു 5 or 6 തവണ ചുറ്റിയെടുക്കുക. ആൻഡ് അതിൻ്റെ എൻഡിങ് രണ്ടും പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ആൻഡ് നമ്മളിൻ്റെ അതിൻ്റെ ഒരു ലെങ്തി പാർട്ട് ഉണ്ടാവും. ആ പാർട്ട് ഇതിൻ്റെ നമ്മുടെ പെറ്റൽസിൻ്റെ അകത്ത് കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആക്കി എടുക്കുക. കാരണം നമ്മുടെ പെറ്റൽസ് സെപ്പറേറ്റ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫ്ലവർ വൃത്തിയിൽ കിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ഓരോ പെറ്റൽസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ പെറ്റൽസ് എല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്യൂലിപ്പ് ഫ്ലവറും ആവട്ടോ. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തുള്ള ക്രാഫ്റ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം കേട്ടോ. ഇനി 2 പൂവുകൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് അത് രണ്ടും ഒരു ഗ്രീൻ കളർ പൈപ്പ് ക്ലീനറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് 2 സൈഡിലും നമ്മൾ ഒട്ടിച്ചെടുക്കുക. ആൻഡ് നമ്മുടെ ആ പോട്ടിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ആ പോട്ടിൽ നമ്മൾ കാണുന്ന കാർഡ്ബോർഡിൻ്റെ പാർട്ട് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ അതിന് ചുറ്റും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡാർക്ക് ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഒരു തിന്നായിട്ടുള്ള ഒരു പെന്നിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്ത് ഒരു സ്പ്രിങ്ങിൻ്റെ ഷേപ്പിലേക്ക് ഞാൻ ആക്കിയിട്ട് ആ പോട്ടിൻ്റെ ചുറ്റും ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ പോട്ട് ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ട്. ഇനി 2 ഇലകളും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഫിനിഷ് ആയിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതുപോലെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് അതിൻ്റെ 2 സൈഡിലേക്കായിട്ട് ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞി പ്ലാന്റിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് മൾട്ടി കളറിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി ഡെസ്ക് ഡെക്കോറാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം ആരും മറന്നു പോയിട്ടില്ലല്ലോ. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ പോയി കണ്ടു നോക്കുക. ബൈ ബൈ.